നമസ്കാരം. അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിന് വലിയ തിരിച്ചടി. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയുടെ 1120 കോടി രൂപയുടെ ആസ്തികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. കുറച്ചു കാലങ്ങളായി തുടരുന്ന നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ നടപടി. മുംബൈയിൽ റിലയൻസ് സെന്റർ, ഒരു ഗസ്റ്റ് ഹൌസ്, ചില താമസ സ്ഥലങ്ങൾ, ചെന്നൈയിലെ 231 പ്ലോട്ടുകൾ എന്നിവ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു. റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ്, റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്നിവയുടെ ഉടമസ്ഥതയിലുള്ളവയാണ് ഈ സ്വത്തുകൾ. അനിൽ അംബാനിയുടെ കമ്പനികൾക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ തുടർച്ചയായിട്ടാണ് ഇഡിയുടെ നടപടി. യെസ് ബാങ്കിലെ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇതെന്നാണ് ഇ ഡി പറയുന്നത്. നേരത്തെ അനിൽ അംബാനിയുടെ ബിസിനസ് ഗ്രൂപ്പിന്റെ 8,997 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചിരുന്നു. പുതിയ നടപടി കൂടി ആയതോടെ മൊത്തം 10,117 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം താൽക്കാലികമായി കണ്ടുകെട്ടിയ 18 സ്ഥാവര സ്വത്തുകളിൽ ബെല്ലാർഡ് എസ്റ്റേറ്റിലെ റിലയൻസ് സെന്റർ, അന്തേരി ഈസ്റ്റിലെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ ഒരു വാണിജ്യ ഓഫീസ് കെട്ടിടം, സാന്റാക്രൂസിലെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ താമസ സൗകര്യങ്ങളും ഒരു ഗസ്റ്റ് ഹൌസും ഉൾപ്പെടുന്നു. ഇവയെല്ലാം മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റിലയൻസ് വാല്യൂ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ചെന്നൈയിലെ 231 വസ്തുക്കളും 7 ഫ്ളാറ്റുകളും ഇതേ ഉത്തരവിന്റെ ഭാഗമായി തന്നെയാണ് കണ്ടുകെട്ടിയത്. കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ സ്ഥിര നിക്ഷേപങ്ങൾ, ബാങ്ക് നിക്ഷേപങ്ങൾ, റിലയൻസ് അനിൽ അംബാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ എന്നിവ ഉൾപ്പെടുന്നു. കണ്ടുകെട്ടലിന്റെ ആകെ മൂല്യം 1120 കോടിയാണ്. എന്നാൽ റിലയൻസ് ഗ്രൂപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അംബാനി ഇടപെടൽ നടത്തിയിരുന്നില്ലെന്നാണ് കമ്പനികൾ ആവർത്തിച്ച് പറയുന്നത്. ഈ കമ്പനികൾക്കെതിരായ 17,000 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഒരിക്കൽ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. ജയ്പൂർ റീംഗസ് ഹൈവേ പ്രോജക്റ്റിൽ നിന്ന് 40 കോടി രൂപ വിദേശത്തേക്ക് കടത്താൻ അനിൽ അംബാനി ഗ്രൂപ്പ് ശ്രമിച്ചതായിട്ടാണ് ഇ ഡി ആരോപിക്കുന്നത്. സൂറത്തിലെ ഷെൽ കമ്പനികൾ വഴി ഈ പണം ദുബായിലേക്ക് കടത്തിയതായി ഇ ഡി പറയുന്നു. 600 കോടി രൂപയിലധികം വരുന്ന ഒരു വലിയ അന്താരാഷ്ട്ര ഹവാല ശൃംഖലയുടെ ഭാഗമാണെന്നാണ് ഇ ഡി കരുതുന്നത്. ആർഗോം ബാങ്ക് തട്ടിപ്പ് കേസിൽ തട്ടിപ്പ്, ഗൂഢാലോചന, അഴിമതി എന്നീ കുറ്റങ്ങൾ ചുമത്തി CBI രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിനെ തുടർന്നാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത്. 2010-നും 2012-നും ഇടയിൽ ഇന്ത്യൻ വിദേശ ബാങ്കുകളിൽ നിന്ന് 40,000 കോടി രൂപയിലധികം വായ്പയെടുത്ത ആർക്കോവും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളുമാണ് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത്. വായ്പാ അക്കൗണ്ടുകളിൽ 5 എണ്ണം പിന്നീട് വായ്പ നൽകിയ ബാങ്കുകൾ തട്ടിപ്പായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.